മടി എൻ്റെ കൂടപ്പിറപ്പായതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാളായിട്ടോ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് എനിക്ക് നല്ല മടിയാണ്. അപ്പോൾ ആ ഒരു മടി മാറ്റി വെച്ചിട്ടാണ് ഇന്നിപ്പോൾ വീഡിയോ ഇടുന്നത്. ഞാനപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോവുകയാണ്. എക്സാം ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ രാവിലെ തന്നെ ബാഗൊക്കെ തൂക്കി ഞാൻ എക്സാമിന് പോയിട്ടോ. പോകുന്നിടത്ത് എല്ലായിടത്തും ഈ ബൊഗെയിൻവില്ല കാണുന്നുണ്ട് കേട്ടോ. ഇന്ന് നോക്കിയപ്പോൾ ബസ്സിലും തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും അതുമ്പോൾ തട്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു പോണ വഴിക്കൊക്കെ. ഇന്ന് എക്സാം ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗം പേരും വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് പേര് ഇരുന്നിട്ടാണ് എക്സാമൊക്കെ എഴുതിയത്. എക്സാമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. നമുക്കറിയാത്തരം നമുക്ക് ടെൻഷനില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എല്ലാവരുമായിട്ട് ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് ആൻസേഴ്സ്. അപ്പോൾ ഭൂരിഭാഗം തെറ്റാന്ന് മനസ്സിലായ പിന്നെ ഞങ്ങൾ ചോറിനാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇന്ന് ചോറിനാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ ഫുൾ എന്തായിരിക്കും. അപ്പം അമ്മയിന്ന് മീൻ വറുത്തതും നമ്മുടെ ബീട്രൂട്ട് പച്ചടി അതേപോലെ തന്നെ ചെമ്മീൻ വടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സുഭിക്ഷമായിട്ട് കഴിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു കേട്ടോ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നു ഓൾറെഡി കൊടുങ്ങല്ലൂരുള്ളതുകൊണ്ട് തന്നെ ഞാൻ അന്നുവിനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അവളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചേട്ടനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഷർട്ടൊക്കെ നോക്കാൻ പോയി. അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ. വലിയൊരു സെലക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. സ്റ്റോക്ക് വരാൻ ഇരിക്കുന്നുള്ളൂ അവർ പറഞ്ഞത്. അപ്പോൾ ഉള്ളത് വാങ്ങി ഞങ്ങൾ പോകുന്നു കേട്ടോ. പിന്നെ അന്നുവിന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടിന് എന്തോ ഗിഫ്റ്റൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർക്കൊരു ബ്രൈറ്റ് ടു ബി പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഷോപ്പിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അവളുടെ കൂടെ ഞാൻ മൊത്തം നടന്നു കേട്ടോ. കാര്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയൊക്കെ അവൾ വാങ്ങിയിരുന്നു. ഞാനവിടെ തേരാപ്പാര അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി നടന്നിരുന്നേ കേട്ടോ. കൊടുങ്ങല്ലൂർ പ്രിസത്തിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവൾ നോക്കുമ്പോൾ ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു കേട്ടോ. പൈനാപ്പിൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്, പൈനാപ്പിളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അവൾ ലേറ്റായിട്ടാണ് വരാം. അപ്പോൾ ഞാനതൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകും.